കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടുകൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു കെസറിയ ഫിലിപ്പി പ്രദേശത്തെത്തിയപ്പോൾ ശിഷ്യന്മാരോട് ചോദിച്ചു, മനുഷ്യപുത്രൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത്? അവർ പറഞ്ഞു, ചിലർ സ്നാപക യോഹന്നാൻ എന്നും മറ്റു ചിലർ ഏലിയ എന്നും വേറെ ചിലർ ജെറമിയ അല്ലെങ്കിൽ പ്രവാചകന്മാരിൽ ഒരുവനെന്നും പറയുന്നു. അവൻ അവരോട് ചോദിച്ചു, എന്നാൽ ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? ശിമിയോൻ പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. യേശു അവനോട് അരുൾ ചെയ്തു, യോനായുടെ പുത്രനായ ശിമിയോനെ, നീ ഭാഗ്യവാൻ. മാംസരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ് നിനക്ക് ഇത് വെളിപ്പെടുത്തി തന്നത്. ഞാൻ നിന്നോട് പറയുന്നു, നീ പത്രോസാണ്. ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും. നരകകവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ നിനക്ക് ഞാൻ തരും. നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും. നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. അനന്തരം അവൻ താൻ ക്രിസ്തുവാണെന്ന് ആരോടും പറയരുതെന്ന് ശിഷ്യന്മാരോട് കൽപ്പിച്ചു. അപ്പോൾ മുതൽ യേശു തനിക്ക് ജെറൂസലമിലേക്ക് പോകേണ്ടിയിരിക്കുന്നുവെന്നും ശ്രേഷ്ഠന്മാരിൽ നിന്നും പ്രധാന പുരോഹിതന്മാരിൽ നിന്നും നിയമജ്ഞരിൽ നിന്നും വളരെയേറെ സഹിക്കേണ്ടി വരുമെന്നും താൻ വധിക്കപ്പെടുമെന്നും എന്നാൽ 3-ാം ദിവസം ഉയർപ്പിക്കപ്പെടുമെന്നും ശിഷ്യന്മാരെ അറിയിച്ചു തുടങ്ങി. പത്രോസ് അവനെ മാറ്റി നിർത്തി തടസ്സം പറയുവാൻ തുടങ്ങി. ദൈവം കനിയട്ടെ, കർത്താവേ, ഇതൊരിക്കലും നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ. യേശു തിരിഞ്ഞ് പത്രോസിനോട് പറഞ്ഞു, സാത്താനെ, എൻ്റെ മുമ്പിൽ നിന്ന് പോകൂ. നീ എനിക്ക് പ്രതിബന്ധമാണ്. നിന്റെ ചിന്ത ദൈവീകമല്ല, മാനുഷികമാണ്. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. മിശിഹായിൽ സ്നേഹിക്കപ്പെട്ടവരെ, അനുദിന ജീവിത യാത്രയിൽ മനുഷ്യൻ ആത്മീയവും ഭൗതികവുമായ 2 തലങ്ങളിലൂടെ കടന്നു പോകേണ്ടിയിരിക്കുന്നുവെന്ന് ഇന്നത്തെ സുവിശേഷത്തിലൂടെ കർത്താവ് നമുക്ക് കാണിച്ചു തരികയാണ്. ആത്മീയമായ ഒരു വലിയ അഭിഷേകം ദൈവീക സാന്നിധ്യത്തിലായിരുന്നു കൊണ്ട് ദൈവഹിതം ജീവിതത്തിൽ മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോകുമ്പോഴും ഭൗതികമായ ചില ചിന്തകൾ, നമ്മുടെ ജീവിതത്തിലെ നമ്മൾ ആഗ്രഹിക്കുന്ന ചില ആഗ്രഹങ്ങളും അഭിലാഷങ്ങളുമൊക്കെ നമ്മുടെ ഭൗതികമായ ഒരു മനുഷ്യൻ നമ്മളിലുണ്ട് എന്ന് നമുക്ക് വെളിപ്പെടുത്തി തരുന്ന ഒരവസ്ഥയാണ്. ജീവിതത്തിലെ പ്രിയമുള്ളവരെ, ഒരു യാഥാർത്ഥ്യമാണ്. ആത്മീയമായി നമ്മൾ വളരുമ്പോഴും ആത്മീയമായി നമ്മൾ ജീവിക്കുമ്പോഴും ആത്മീയമായി വലിയ അഭിഷേകത്തോടെ നമ്മൾ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോഴും ഭൗതികത എന്നുള്ളൊരവസ്ഥ അത് നമ്മുടെ ജീവിതത്തിൽ ഉടനീളം നമ്മോടൊപ്പം ഉണ്ടായിരിക്കുമെന്ന് പത്രോസിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കർത്താവ് ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് നമ്മെ പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇന്നത്തെ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈശോ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ ആരാണെന്നാണ് മറ്റുള്ളവർ പറയുന്നത്. അതിനോരോരോ ഉത്തരങ്ങൾ അവർ പറഞ്ഞപ്പോൾ ഈശോ അവരോട് വളരെ പേഴ്സണലായ ഒരു ചോദ്യം ചോദിക്കുന്നു, എങ്കിൽ ഞാൻ ആരെന്നാണ് നിങ്ങൾ, എൻ്റെ പ്രിയപ്പെട്ട ശിഷ്യരായ നിങ്ങൾക്ക് മനസ്സിലായത്? ഉടനടി പത്രോസ് അതിന് ഏറ്റവും ഉചിതമായ ഒരു ഉത്തരവുമായിട്ട് മുന്നോട്ട് കടന്നു വരികയാണ്. നീ ജീവിക്കുന്നവനായ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് എന്നതായിരുന്നു ആ ഉത്തരം. ഇത് കേട്ടിട്ട് ഈശോ അവനോട് പറയുന്നൊരു കാര്യമുണ്ട്, പത്രോസേ, ഭൗതികമായ ചിന്തകളല്ല, മാംസരക്തങ്ങളല്ല ഈ വലിയൊരു ആത്മീയ പ്രചോദനം നിനക്ക് നൽകിയത്, സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ്. പ്രിയമുള്ളവരെ, പത്രോസ്ലീഹായുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഈശോയോടൊപ്പമായിരിക്കുന്ന അവസ്ഥയിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരവസ്ഥ
അവൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. ഈശോ പറയുന്നത് മനസ്സിലാക്കുകയും ഈശോയോടൊപ്പം ആയിരിക്കുകയും തൻ്റെ വിളിയുടെ ആ ആന്തരികത എന്തെന്ന് പൂർണ്ണതയിൽ മനസ്സിലാക്കിയെടുത്ത ഒരു ശിഷ്യൻ. അതുകൊണ്ടാണ് ഇത്രമാത്രം ആത്മീയമായൊരു ഉത്തരം, നീ ജീവിക്കുന്നവനായ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. ഇത്രയും തിയോളജിക്കലിൽ കറക്റ്റായ ഒരു ആൻസർ. ഈശോ പറയുകയാണ്, സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ് നിനക്ക് ഈ ഉത്തരം നൽകിയത്, നിനക്ക് ഈ ആത്മീയമായ പ്രചോദനം നൽകിയത്. സുവിശേഷത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഞൊടിയിടയിൽ അവിടെ മറ്റൊരു ഭൗതികമായ മാനുഷികമായ പത്രോസിൻ്റെ ജീവിതാവസ്ഥയെ കൂടി ഈശോ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈശോ തൻ്റെ പീഡാനുഭവത്തെപ്പറ്റി, സഹനങ്ങളെപ്പറ്റി, കുരിശുമരണത്തെപ്പറ്റി, താൻ അനുഭവിക്കുവാൻ പോകുന്ന വേദനകളെപ്പറ്റി, മുറിവുകളെപ്പറ്റിയൊക്കെ പ്രതിപാദിച്ചപ്പോൾ പത്രോസ് പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഗുരു, നിനക്കിത് സംഭവിക്കാതിരിക്കട്ടെ, ദൈവം ഇത് നിൻ്റെ ജീവിതത്തിൽ നിന്നും മാറ്റട്ടെ എന്ന് പറയുന്ന ഒരു പത്രോസ്. ഈശോ പറയുകയാണ്, സാത്താനെ മാറി നിൽക്കൂ. നിൻ്റെ ചിന്തകൾ എന്ന് പറയുന്നത് വെറും ലൗകികമായ, ഭൗതികമായ, മാനുഷികമായൊരു തലത്തിൽ നിന്നുള്ളതാണ്. നിൻ്റെ പ്രചോദനങ്ങൾ എന്ന് പറയുന്നത് ആദ്യമേ ആത്മീയമായ ഒരു മനുഷ്യനായിരുന്നുവെങ്കിൽ ഇന്ന് വേദനകളും സഹനങ്ങളും കുരിശുമരണവും ഉത്ഥാനവും ഒക്കെ പ്രതിപാദിച്ചപ്പോൾ നീ വെറും ഒരു മാംസരക്തങ്ങളാൽ നയിക്കപ്പെടുന്ന ഭൗതികതയുടെ, മാനുഷികതയുടെ ഒരു മനുഷ്യനായി മാറിപ്പോകുന്നു. ഇങ്ങനെയുള്ള ചിന്തകൾ, ഇങ്ങനെയുള്ള അവസ്ഥകൾ നീ നിൻ്റെ ജീവിതത്തിൽ നിന്ന് ദൂരെ മാറ്റി നിർത്തണം എന്ന് ഈശോ അവനോട് വളരെ ശക്തമായ രീതിയിൽ സംവാദിക്കുന്നതായിട്ട് നമുക്ക് സുവിശേഷത്തിൽ കാണുവാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ രണ്ട് സാധ്യതകളാണ് പ്രധാനമായിട്ട് ഉള്ളത്. ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു ജീവിതചര്യ, പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനങ്ങൾ മനസ്സിലാക്കി ഈ ലോകം നൽകുന്ന ലൗകികതയുമൊക്കെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തിയിട്ട് ദൈവഹിതമനുസരിച്ച് കർത്താവിനാൽ, അവൻ്റെ ആത്മാവിനാൽ, സ്വർഗസ്ഥനായ പിതാവിനാൽ നയിക്കപ്പെടുക എന്ന ആത്മീയ മനുഷ്യൻ്റെ ഒരു ആത്മീയ യാത്ര. അതുപോലെ തന്നെ മറ്റൊരവസ്ഥയാണ് നമ്മുടെ ജീവിതത്തിൽ ഈ ലോകത്തിനോട് നമുക്കുള്ളൊരു മമത. നമ്മൾ പിശാചിനാൽ പ്രലോഭിക്കപ്പെടുകയും ഈ ലോകത്തിൻ്റേതായ ആഗ്രഹങ്ങളും അഭിലാഷങ്ങൾക്കും വേണ്ടി ജീവിക്കുകയും ചെയ്യുന്ന ഒരു സാധ്യത നമ്മുടെ മരണം വരെ നമ്മുടെ ജീവിതത്തിൽ എന്നും ഉണ്ടാവും. ഈശോ ആഗ്രഹിക്കുന്നത് എന്നത്, അല്ലെങ്കിൽ ദൈവത്തിന് പ്രീതികരമെന്ന് പറയുന്നത് ലോകത്തിനോടുള്ള നമ്മുടെ മമതയല്ല, ആത്മാവിനാൽ നിറഞ്ഞ് കവിഞ്ഞൊഴുകി അഭിഷേകത്താൽ ജീവിക്കുക എന്നതാണ്. ഇന്നത്തെ സുവിശേഷത്തിലൂടെ പ്രിയമുള്ളവരെ നമ്മൾ കടന്നു പോകുമ്പോൾ മാംസരക്തങ്ങളുടെ പ്രചോദനങ്ങളല്ല, ആത്മാവിൻ്റെ പ്രചോദനങ്ങളാൽ നയിക്കപ്പെടുന്നതിന് വേണ്ടിയാണ് നമ്മൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കേണ്ടത്. ദൈവം ഈ വലിയ അനുഗ്രഹം, ആത്മാവിൻ്റെ പ്രചോദനം, ആത്മാവിനാൽ നയിക്കപ്പെടുവാനുള്ള വിളി, ആ അഭിഷേകത്താൽ നമ്മെ നിറയ്ക്കട്ടെ എന്ന് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.